തൃശൂർ മുണ്ടൂരിൽ തങ്കമണി എന്ന വയോധികയെ മകളും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധം പുറത്തറിയാതിരിക്കാനാണ്. ഇരുവരും തമ്മിലുള്ള വഴിവിട്ട സൗഹൃദം അമ്മ അറിഞ്ഞതും ഇത് ചോദ്യം ചെയ്തതും പകയ്ക്ക് കാരണമായിരിക്കാമെന്നാണ് നിഗമനം. 3 വർഷം മുൻപാണ് സന്ധ്യയുമായി നിതിൻ അടുപ്പത്തിലായത്. പിന്നീട് വിദേശത്തേക്ക് പോയ യുവാവ് നാട്ടിൽ തിരിച്ചെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വീണ്ടും തുടർന്നു. സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെ സന്ധ്യ നേരെ പോയത് ജിമ്മിലേക്കാണ്. അവിടെ വെച്ച് തെളിവ് നശിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. തങ്കമണിയുടെ മരണം സ്വാഭാവികമെന്ന് വരുത്തി തീർക്കാൻ മകൾ നടത്തിയ നീക്കങ്ങൾ അതിനാടകീയമാണ്. സ്വാഭാവിക മരണമെന്ന് പോലീസ് ആദ്യം സംശയിച്ചെങ്കിലും മൃതദേഹത്തിൽ ആഭരണങ്ങളില്ലാതിരുന്നത് കേസിന്റെ ഗതി മാറ്റി. നിതിനും സന്ധ്യയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നും നിതിനെ സാമ്പത്തികമായി സഹായിക്കാൻ അമ്മയുടെ ആഭരണങ്ങൾ കൈക്കലാക്കാൻ ശ്രമിച്ചതാണ് കൊലയിൽ കലാശിച്ചതെന്നുമാണ് പോലീസ് നിഗമനം. ആഭരണങ്ങൾ നൽകാൻ തങ്കമണി വിസമ്മതിച്ചപ്പോൾ ഇരുവരും തമ്മിൽ വഴക്കായി. പിടിവലിക്കിടെ സന്ധ്യ തങ്കമണിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തള്ളിയിട്ടു. തലയിടിച്ചു വീണാണ് തങ്കമണി മരിച്ചതെന്നും സന്ധ്യയുടെ മൊഴിയിലുണ്ട്. എന്നാൽ ഇരുവരും തമ്മിലുള്ള വഴിവിട്ട സൗഹൃദം അമ്മ അറിഞ്ഞതും ഇത് ചോദ്യം ചെയ്തതും പകയ്ക്ക് കാരണമായിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കൊലപാതകത്തിന് ശേഷം നിതിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇരുവരും ചേർന്ന് തങ്കമണിയെ അവരുടെ മുറിയിലേക്ക് മാറ്റിക്കിടത്തുകയും ചെയ്തു. സന്ധ്യ വൈകിട്ട് ജിമ്മിൽ പോയി രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി. ഇതിനിടയിൽ നിതിൻ മുണ്ടൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ച് തിരിച്ചെത്തി. ഇരുവരും ചേർന്ന് രാത്രി ഏറെ വൈകി തങ്കമണിയുടെ മൃതദേഹം വീടിന് പിറകിലൂടെ പറമ്പിലേക്കുള്ള വഴിയിൽ കൊണ്ടുവന്നിടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് നിതിൻ തന്നെ നാട്ടുകാരെ വിളിച്ച് തങ്കമണിയുടെ മൃതദേഹം പറമ്പിലെ വഴിയിൽ കിടക്കുന്ന വിവരം അറിയിച്ചു. തുടർന്ന് ഇയാൾ ശബരിമലയ്ക്ക് പോയി. മുഖത്ത് ചെറിയ മുറിവിന്റെ പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ആഭരണങ്ങൾ കാണാതായത് സംശയത്തിന് വഴിവെച്ചു. മാത്രവുമല്ല, ചെവിയിലടക്കം ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ തങ്കമണിയുടെ കഴുത്തിലെ 2 എല്ലുകൾ പൊട്ടിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത്. തുടക്കത്തിൽ നിതിനും സന്ധ്യയും കുറ്റം സമ്മതിച്ചില്ല. പിന്നീട് നടത്തിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ പിടിച്ചു നിൽക്കാനായില്ല. അങ്ങനെയാണ് വീട്ടമ്മയായ സന്ധ്യയും അയൽവാസി നിതിനും തമ്മിലുള്ള അവിഹിതം പുറത്തറിയുന്നത്. 3 വർഷം മുമ്പാണ് സന്ധ്യയുമായി നിതിൻ അടുപ്പത്തിലായത്. പിന്നീട് വിദേശത്തേക്ക് പോയ യുവാവ് നാട്ടിൽ തിരിച്ചെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വീണ്ടും തുറന്നു. ഇക്കാര്യം തങ്കമണി അറിഞ്ഞിരുന്നുവെന്നും സന്ധ്യയ്ക്ക് താക്കീത് നൽകിയിരുന്നതായും വിവരമുണ്ട്. ന്യൂസ് 18 തൃശൂർ.